ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ രാത്രി ഇത് ഹാച്ചും മൈമനും എന്താണ് ഈ തിരക്കിട്ട് ചെയ്യണമെന്ന് അറിയോ? ഇന്ന് ഒലിപ്പച്ചിയുടെ ബർത്ത്ഡേ ഇട്ടാ. അപ്പോൾ ഇപ്പച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഏപ്രിൽ മാസം തുറത്തി മുതലേ പറിച്ചിട്ട് കൊടുത്തിയാട്ടാ. അപ്പോൾ അതാ നാളെ ക്ലാസ് ഇല്ലല്ലോ, ഇന്ന് സാറ്റർഡേ അല്ലേ. അപ്പോൾ അതാ ഫ്രൈഡേ രാത്രി ആയതുകൊണ്ട് പഠിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ കാലത്തെ അവർ ഓരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാട്ടാ. അപ്പോൾ അതാ രാത്രി 1 മണി ആയിട്ടുണ്ട്. കാക്കു ഷോപ്പൊക്കെ കളിച്ച് വന്നപ്പോൾ ആച്ചയ്മനും കാക്കു ഡോറ് തുറക്കാൻ വേണ്ടി ഫോൺ വിളിക്കുക ചെയ്യുക. ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഡോർ തുറക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ അവർ 2 പേരും കൂടി ടി വിയിൽ ബർത്ത്ഡേ സോങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ ബർത്ത്ഡേ സോങ്ങൊക്കെ സെറ്റ് ചെയ്ത് കാക്കു ഡോറ് മുട്ടിയപ്പോൾ ഡോറൊക്കെ തുറന്ന് കാക്കൂരി അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും. കാക്കൂരി ഇവിടെ പുറത്തുനിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അകത്തെന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്, ഹോളിൽ ലൈറ്റൊന്നും കാണാനില്ല എന്നിട്ടാ. എന്താ അച്യുതാ സോങ്ങൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ആ ചാളിക്കുടിലൊക്കെ കണ്ടിട്ട് കാക്കുവിനെ ടേബിളിൽ പിടിച്ചിരുത്തി. അപ്പോൾ ടേബിളിൽ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിരിക്കണം ഇപ്പച്ചിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ ഞാനൊരു കേക്ക് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അച്ചുവിൻ്റെ ഗ്രീറ്റിങ്സ് കാർഡൊക്കെ കാണിച്ചു കൊടുക്കണേ. അതിനുള്ളിൽ എന്തൊക്കെ എഴുതിക്കണമെന്നൊക്കെ അപ്പച്ചിനെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ അപ്പച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിൽ ഓരോ സ്വീറ്റ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പച്ചി തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് വെച്ചതാണ്. പക്ഷേ അച്ചുവിന് അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഒക്കെ അച്ഛൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് ഇപ്പച്ചിക്ക് കാണിച്ചു കൊടുക്കണ്ട. ഒരാ സന്തോഷം കാണുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതാ അച്ചുവിൻ്റെ ഗ്രീറ്റിങ്സ് കാർഡിനൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ റീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ അയ്മൻ്റെതായിട്ടുള്ള രീതിയിൽ അയ്മനും ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പേരും ഭയങ്കര സന്തോഷമായിരുന്നു. ഏപ്രിൽ മാസം തുടത്തിയേ മുതൽ പറഞ്ഞു കൊടുത്താണ് ഇപ്പച്ചിയുടെ ബർത്ത്ഡേന് ഇപ്പച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം. അപ്പോൾ അതാ അയ്മൻ്റെ ഗിഫ്റ്റാട്ടാ. അയ്മൻ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ അയ്മൻ്റെ ഗിഫ്റ്റും കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ റീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പച്ചിനെ കൊണ്ട് അതൊക്കെ റീഡ് ചെയ്യിപ്പിച്ച് അവരതിൻ്റെ മീനിങ് ഒക്കെ ഇപ്പച്ചിക്ക് പറഞ്ഞു കൊടുത്തതാ. ഒക്കെ നന്നായിട്ട് എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. കാക്കൊക്കെ അത്ര ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെ അല്ലെങ്കിൽ ബർത്ത്ഡേ പ്രോഗ്രാം അതിലൊന്നും വലിയ സന്തോഷം ഒരു കാര്യം വലുതായിട്ടൊന്നും അങ്ങനെ ഇതാവണ ആളല്ല കേട്ടോ. പക്ഷെ മക്കളെ സന്തോഷം കാണുമ്പോൾ എത്ര അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളായാലും അതിനോട് യോജിക്കൂലേ. ഈ ഒരു ബൊക്കെ അനുമോൾ നാട്ടിൽ നിന്ന് പറഞ്ഞതായിരുന്നു ഇപ്പച്ചയ്ക്ക് ഒരു ഫ്ലവറിൻ്റെ ബൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് അനുമോളും അമലും കൂടി സെറ്റാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനും ചെറുതായിട്ട് ഒരു ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സർപ്രൈസായിട്ട് കാക്കോക്ക് ഷോപ്പിൽ കൊണ്ടുകൊടുത്തിരുന്നത്. കാക്കോക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല, പക്ഷേ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒക്കെ തോന്നിയിരുന്ന പെർഫ്യൂം ആയിക്കോട്ടെ എന്ന്. അപ്പോൾ എങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ മുറിച്ചു, അനുമോൾക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ കുഞ്ഞു ബർത്ത്ഡേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.